എൻ്റെ പ്രണയം ഭാഗം 26. അപ്പോഴും അവളുടെ കൈ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞിരിക്കുന്നുണ്ട്. പൊന്നു, വാശി പിടിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂട്ടുകയാണ്. അത്രയ്ക്ക് ഇഷ്ടമായിട്ടാണ് പെണ്ണെ. അവൻ പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. ഹരി അവൻ്റെ കണ്ണുകളും മുറുക്കിയടച്ചു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. അവൻ അവളെ 2 കൈകൊണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ മുഖം ഇപ്പോൾ അവൻ്റെ നെഞ്ചിൽ അവളുടെ ചിത്രത്തിലാണ്. അവളുടെ കൈ തൻ്റെ നെഞ്ചിൽ പതിയുന്നത് അവൻ അറിഞ്ഞു. ഇപ്പോഴാണ് തൻ്റെ നെഞ്ചിലെ ആ രൂപത്തിന് ജീവൻ വച്ചത് എന്ന് പോലും അവന് തോന്നി. അല്പസമയം കഴിഞ്ഞതും അവൻ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി. അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇപ്പോഴാണ് എൻ്റെ ഈ നെഞ്ചിലെ രൂപത്തിന് ജീവൻ വെച്ചത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ ഒരു സ്പർശം ഇവിടെ അറിയണമെന്ന്. പക്ഷേ ഇന്ന് നിൻ്റെ കണ്ണീര് കൊണ്ടാണ് അതിന് ജീവൻ വെപ്പിച്ചത്. അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും അവളുടെ കണ്ണുകളും ഒരുപോലെ നിറഞ്ഞൊഴുകിയിരുന്നു. അവൻ പ്രണയത്തോടെ, ഒരുപാട് ഇഷ്ടത്തോടെ, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു കൊടുക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ പോലെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. കണ്ണുകളടച്ച് അവൻ്റെ ആ ചുംബനത്തെ സ്വീകരിച്ചു പൊന്നു. കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും തൻ്റെ കണ്ണുകളിൽ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ഹരിയെ കണ്ടതും അവളുടെ നോട്ടം പിന്നെ ആ ഇടനെഞ്ചിലേക്ക് തന്നെ ചെന്നു. അവൾ അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ അവളുടെ രൂപം വരച്ചു വെച്ചിരിക്കുന്ന, അവളുടെ പേരെഴുതി വെച്ചിരിക്കുന്ന അവിടെ വീണ്ടും ഒന്ന് കൈകൾ കൊണ്ട് തലോടി. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിന്ന ഹരി ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ നെഞ്ചിൽ അവളുടെ ചുണ്ടുകൾ ചേർത്തു. ഹരിയുടെ ശരീരം ഒന്ന് വിറച്ചു. കണ്ണുകൾ വിടർത്തി അത്ഭുതത്തോടെ അവൻ അവളെ നോക്കി. ഇപ്പോഴും ആ നെഞ്ചിൽ നിന്നും അവൾ അടർന്നു മാറിയിട്ടില്ല. അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി. 2 കൈകൾ കൊണ്ടും അവൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുനീര് അവൻ്റെ നെഞ്ചിൽ പതിയുമ്പോൾ അവൻ്റെ കണ്ണുനീര് അവളുടെ തലയിൽ പതിയുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ തലയിൽ പതിഞ്ഞു. അയ്യോ, ഇത് അമ്പലാണ്. ഇവരെന്താ ചിന്തിക്കാത്തത്? ഈശ്വര, ആരൊക്കെ കണ്ടാവോ? നാളെ ഇനി ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം വൈറൽ ഇവരാകുമോ എന്നുള്ള ചോദ്യം കേട്ടാണ് 2 പേരും പെട്ടെന്ന് അടർന്നു മാറിയത്. മുത്തശ്ശിയും വാണിയും ശ്രദ്ധയുമായിരുന്നു. നാളത്തെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിങ്ങൾ 2 പേരും നിറഞ്ഞു നിൽക്കും എന്നാ തോന്നുന്നത്. വാണി പറഞ്ഞതും പൊന്നു അവരെ നോക്കി. അവരുടെ നേരെ തിരിഞ്ഞ ഹരിയെ കണ്ട മുത്തശ്ശിയും വാണിയും ശ്രദ്ധയും ഒരുപോലെ ഞെട്ടി. അവരും അവൻ്റെ നെഞ്ചിൽ പൊന്നുവിൻ്റെ മുഖം ടാറ്റു ചെയ്തിരിക്കുന്നത് കണ്ടു. ശരിക്കും ജീവനുള്ളതുപോലെ ആ കണ്ണുകൾക്ക് തോന്നി. അത്രയും മനോഹരമായാണ് അത് വരച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഒരു പൂവിൻ്റെ ഇതളും, അതിനുള്ളിൽ എൻ്റെ ഇതൾ എന്നും എഴുതിയിരിക്കുന്നു. അവർ 3 പേരും പരസ്പരം നോക്കി. പിന്നെ പൊന്നുവിനെയും. പൊന്നു തല കുനിച്ച് നിൽക്കുകയാണ്. അവരുടെ നോട്ടം മനസ്സിലായ ഹരി പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് ഷർട്ട് ധരിച്ചു. ഇനി മറയ്ക്കണ്ട, ഞങ്ങൾ കണ്ടു. എന്നാലും ഇതൊക്കെ എപ്പോ? കുറച്ച് വർഷങ്ങളായി. ഹരി ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. മുത്തശ്ശി പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഈ മഹാദേവൻ നിനക്കായി തന്നിരിക്കുന്ന പാതി ഈ നിൽക്കുന്ന ഹരിയാണെന്ന് മുത്തശ്ശിക്ക് ഉറപ്പാണ്. എൻ്റെ മോള് മനസ്സറിഞ്ഞ് ഹൃദയം നിറച്ച് ഇവനെ സ്നേഹിച്ചോളൂ. സ്നേഹിക്കുന്നതിൻ്റെ 1000 ഇരട്ടി ഇവൻ നിന്നെ സ്നേഹിക്കുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ട്. ഇനി മഹാദേവൻ എൻ്റെ കുട്ടിയെ പരീക്ഷിക്കില്ല. മുത്തശ്ശി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ അവളുടെ ചുണ്ടിൽ കണ്ട ഒരു പുഞ്ചിരി അവിടെ വാണിക്കും ശ്രദ്ധയ്ക്കും മുത്തശ്ശിക്കും ഹരിക്കുമുള്ള മറുപടിയായിരുന്നു. കുഴഞ്ഞു മറിഞ്ഞ മനസ്സുമായി വന്ന പൊന്നു അതിൻ്റെ ഒരു ഉത്തരവുമായിട്ടാണ് അമ്പലത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോയത്. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. അല്ല, നാളത്തെ കഴിഞ്ഞ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എത്തിയല്ലോ 2 പേരും? വാണി ചോദിച്ചു. അവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേഗം പോന്നു. ഞങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു അല്ലേ എല്ലാവരും കൂടി? മാഷ് ചോദിച്ചു. എൻ്റെ മോള് ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് മാഷ് പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്തായാലും അമ്മ കൂടി ഇങ്ങോട്ട് വന്നത് നന്നായി. അമ്മ വന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായത്, പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞു. ഞാൻ ഇനി
ഇപ്പോഴൊന്നും പോകുന്നില്ല. കുറച്ചുനാൾ ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു, എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ. മുത്തശ്ശി പറഞ്ഞു. അത് നന്നായി. ഞങ്ങൾ വന്ന് കയറിയപ്പോഴതേ ഇവൻ പറയുന്നത് നിരഞ്ജൻ്റെ വിവാഹമാണെന്ന്. പെട്ടെന്ന് നടത്തുന്നത് അവൻ്റെ ജാതകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് കേട്ടിരുന്നു. അതുകൊണ്ടായിരിക്കും. ടീച്ചർ അമ്മ തന്നെ പറഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കേ, ഞാനെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ ഐറമോൾ ഉണ്ടാക്കാൻ തുടങ്ങുമായിരുന്നു. മോൾക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മോളോട് പോയി കിടന്നോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി. മോൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒപ്പം വരാഞ്ഞേ. അപ്പോഴാ പറഞ്ഞത് വയറുവേദനയുണ്ടെന്ന്. മുത്തശ്ശി പറഞ്ഞു. എന്നാ ഞങ്ങളൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇതാ പായസം എന്ന് പറഞ്ഞ് മുത്തശ്ശി പൊന്നുവിൻ്റെ അമ്മയുടെ കയ്യിലേക്ക് അത് കൊടുത്തു. പൊന്നു വേഗം റൂമിലേക്ക് പോയി. ഇപ്പം മനസ്സിൽ വേദനയില്ല, എവിടെയോ ഒരു സന്തോഷം തോന്നുന്നു. അവൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നോക്കി. അവളുടെ പ്രതിബിംബത്തെ കണ്ണിമ വെട്ടാതെ അവൾ നോക്കി നിന്നു. അപ്പോൾ അവളുടെ മനസ്സിലൂടെ തെളിഞ്ഞു വന്നത് ഹരിയുടെ മുഖമായിരുന്നു. എന്നോട് മനസ്സിലെ ഇഷ്ടം പോലും പറഞ്ഞിട്ടില്ല, എന്നിട്ടും ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ പ്രണയിക്കുന്നു. തന്നെ ഹൃദയത്തിൽ എന്നതുപോലെ തന്നെ ശരീരത്തിൻ്റെയും ഭാഗമാക്കിയിരിക്കുന്നു. അവളുടെ മനസ്സിലേക്ക് ഹരി ആദ്യമായി കണ്ടതും പിന്നീട് പലപ്പോഴും കണ്ടപ്പോൾ ഉള്ള മുഖഭാവങ്ങൾ കടന്നു വന്നു. എപ്പോഴാണ് ആ മനസ്സിൽ താൻ കയറിപ്പറ്റിയത്? തന്നെ നോക്കുമ്പോൾ ആ കണ്ണുകളിൽ പ്രണയമായിരുന്നോ? അവൾ അവനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. നോക്കിയപ്പോൾ ഹരിയാണ്. ഇന്ന് ഫോണിൽ ആ നമ്പർ തെളിഞ്ഞപ്പോൾ അറിയാതെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. പുനു, എനിക്ക് കാണാൻ തോന്നുന്നു, അവൻ പറഞ്ഞു. അത് ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ, അവൾ ചോദിച്ചു. കണ്ടിട്ടും മതിയാവുന്നില്ല. കേട്ടിട്ടും നിന്റെ ശബ്ദം വീണ്ടും കേൾക്കാൻ തോന്നുന്നു പെണ്ണേ. അപ്പോൾ നീ ചിന്തിക്കും ഇത്രയും നാളും എങ്ങനെയായിരുന്നു എന്ന്. ഇത്രയും നാളും ഞാൻ നിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നത് ദേ ഇങ്ങനെയാണ്. നിലാവേ മായുമോ കിനാവും നോവുമായി ഇളം തേൻ തിന്നലായി തലോടും പാട്ടുമായി ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ മായുമോ കിനാവും നോവുമായി. അവൾ പാടിയ പാട്ട് അവൻ അവൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഇടയ്ക്കെല്ലാം ഇവർ കാണുമ്പോൾ ഫോർ ദ പീപ്പിളിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുമായിരുന്നു. ഹരി പറയുന്നത് കൊണ്ട് നവീൻ പ്രത്യേകം പൊന്നുവിനെ കൊണ്ട് മാത്രം കുറച്ചധികം പാട്ടുകൾ പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പാടിയ പാട്ടാണ്. അവനത് പറയുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അവൻ ചോദിച്ചു. ഇല്ല, കഴിക്കാൻ പോകുന്നു. അപ്പോഴാണ് അങ്ങോട്ട് വാണി പൊന്നു എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് തന്നെ പൊന്നു വാണിയെ നോക്കി. പൊന്നു, ഇനിയിപ്പോൾ അങ്കിളും ആൻറ്റിയും വന്നില്ലേ? ഞങ്ങൾ വീട്ടിലേക്ക് പോയാലോ? നാളെ മുതൽ കോളേജിൽ പോകണമല്ലോ, അവൾ പറഞ്ഞു. അപ്പോഴാണ് അവളുടെ ചെവിയിൽ ഫോൺ ഇരിക്കുന്നത് അവൾ കാണുന്നത്. ആരാ, ഹരിയേട്ടനാണോ? വാണി ചോദിച്ചു. അതെ, അവൾ പതിയെ പറഞ്ഞു. ആ ഫോണിങ് തന്നെ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വാങ്ങി. ഹരിയേട്ടാ, ടീച്ചറമ്മയും മാഷും വന്നിട്ടുണ്ട്, വേഗം വന്ന് പെണ്ണ് ചോദിച്ചോ, വാണി പറഞ്ഞതും. അവരെത്തിയോ? അവരെപ്പോഴെത്തിയേ? ആവേശത്തോടെ ചോദിക്കുന്ന ഹരിയുടെ ശബ്ദം കേട്ടതും വാണി പൊന്നുവിനെ നോക്കി. ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അതെയോ? അപ്പോൾ ഞാൻ വേഗം വരാം. എന്നാ ഇന്ന് തന്നെ വന്നാലോ? നാളെ മുതൽ സ്കൂളിലും നിങ്ങൾക്ക് കോളേജിലൊക്കെ പോകണ്ടേ? വീട്ടിലാണെങ്കിൽ എല്ലാവരും തിരക്കായിരിക്കും. ഞാൻ അച്ഛനെയും അമ്മയും കൂട്ടിയൊക്കെ വരട്ടെ? ഹരി ചോദിച്ചു. അതിനെന്താ, വേഗം പോര്, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. വാണി പറഞ്ഞത് കേട്ടതും പൊന്നു അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും വാണിക്ക് മനസ്സിലായില്ല. എന്നാൽ ശരി, ഞാൻ വയ്ക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഹരി ഫോൺ കട്ട് ചെയ്തു. വാണി പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു. പൊന്നു, എന്നാണെങ്കിലും ഇത് വേണം. അത് പെട്ടെന്നാണെങ്കിൽ അത്രയും നല്ലത്.
മാത്രവുമല്ല, നിരഞ്ജൻ്റെ വിവാഹം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് നിന്റെ കൂടെ ഹരിയേട്ടൻ വേണം. എത്രയൊക്കെ നീ ഓക്കെ ആകാൻ ശ്രമിച്ചാലും നിന്റെ മനസ്സിനെ നിന്നെ താങ്ങി നിർത്താൻ ഉറപ്പായിട്ടും ഞങ്ങളെക്കാൾ നല്ലത് ഹരിയേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വേഗം തന്നെ നടക്കട്ടെ. നിന്നെ പെട്ടെന്ന് ഹരിയേട്ടൻ ഒന്നിനും നിർബന്ധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആൾക്ക് ഒരു കുഞ്ഞു വാശിയുണ്ടായത് നീയാണ്. നീ ഇഷ്ടപ്പെടണം എന്ന് മാത്രമാണ്. ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടത്തിനെ ആൾ ചെയ്യൂ. നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് സമയം തരും, ആവശ്യത്തിലധികം സമയം തരും. ആ ഉറപ്പ് ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. നീ ഹരിയേട്ടനെ ഒന്ന് വിശ്വസിക്ക്, മനസ്സിലാക്കാൻ ശ്രമിക്കു പൊന്നു, വാണി പറഞ്ഞു. നീ വാ, താഴേക്ക് പോകാം. ഞാൻ ഇക്കാര്യം മുത്തശ്ശിയോടൊന്ന് പറയട്ടെ. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യണോ എന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് വാണി പൊന്നുവിനെയും കൂട്ടി താഴേക്ക് പോയി. അമ്പലത്തിൽ പോയപ്പോൾ വന്ന അതേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടുവരുന്ന പൊന്നുവിനെ കണ്ടതും, മോളിതുവരെ ഡ്രസ്സ് മാറാത്ത എന്താ? അമ്മ ചോദിച്ചു. അത് ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കോളേജിൽ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അവളുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഞാനതാ അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഡ്രസ്സ് മാറാം, അവൾ പറഞ്ഞു. എന്നാൽ വാണി മുത്തശ്ശിയെയും ശ്രദ്ധയെയും ഐറയെയും ഒന്ന് നോക്കി. അവളുടെ നോട്ടത്തിൽ എന്തോ അവൾക്ക് തങ്ങളോട് പറയാനുണ്ടെന്ന് മനസ്സിലായതും മുത്തശ്ശി എഴുന്നേറ്റ്, ഞാൻ രാവിലത്തെ മരുന്ന് കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ, അത് എന്തിനാണെന്ന് അറിയാവുന്നതുപോലെ വാണിയും കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രദ്ധയും ഐറയും കൂടി ചെന്നു. ഹരിയേട്ടൻ ഇപ്പോൾ ഫോണിൽ വിളിച്ചപ്പോൾ പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും വന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് നല്ല ദിവസമല്ലേ, ഇന്ന് വന്ന് പെണ്ണ് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ഇന്നാകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ. ഹരിയേട്ടൻ്റെ വീട്ടിലും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നോളാന്ന് പറഞ്ഞു, വാണി പറഞ്ഞു. അത് പൊന്നു സമ്മതിച്ചോ? ഐറ ചോദിച്ചു. അവളുണ്ടായിരുന്നു, എതിർത്തൊന്നും പറഞ്ഞില്ല, വാണി പറഞ്ഞു. അതേതായാലും നന്നായി മോളെ, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ. നിരഞ്ജൻ്റെ എൻഗേജ്മെൻറ്റിന് എന്തായാലും എല്ലാവരും പോകേണ്ടി വരും. അപ്പോൾ ഹരി കൂടെയുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിരഞ്ജനെ ഇനി പൊന്നു കാണുന്ന സമയങ്ങളിലെല്ലാം അവളുടെ കൂടെ ഹരി ഉള്ളത് നല്ലതാണ്. ഹരി എന്തായാലും നിരഞ്ജൻ്റെ വിവാഹത്തിന് വിളിക്കാതിരിക്കില്ലല്ലോ, കാരണം അവരും കൂട്ടുകാരായിരുന്നല്ലോ, മുത്തശ്ശി പറഞ്ഞു. അത് നല്ലത് തന്നെയാണ്. ഇനി നിരഞ്ജൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പൊന്നുവിൻ്റെ കൈ പിടിച്ച് ഹരിയേട്ടനും ഉണ്ടാകണമെന്ന് എനിക്കും തോന്നി. അതെ, തരുണേട്ടൻ എന്തേ? വാണി ചോദിച്ചു. അത് എറിക്കേട്ടനോടൊപ്പം എവിടെ പോയിരിക്കുകയാണ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നീ വേഗം ഹരിയേട്ടനെ വിളിച്ച് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്ക്, വാണിയോട് ശ്രദ്ധ പറഞ്ഞു. വാണി വേഗം ഫോൺ എടുത്തുകൊണ്ട് ഹരിയെ വിളിച്ചു. ഹരിയേട്ടാ, എപ്പോഴാണ് വരുന്നത്? ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ പോവുകയാണ്. ഹരി പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി. ഇപ്പോൾ വിളിച്ചതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും? അതിന് ഹരി മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു അരമണിക്കൂർ, അതിനുള്ളിൽ ഞങ്ങൾ എത്തും, അത്രയും പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു. ഇത്രയും ഫാസ്റ്റായിരുന്നോ? വാണി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. പെട്ടെന്ന് അവർ കയറി വരുമ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മയും തരുണേട്ടനുമെല്ലാം എങ്ങനെ എടുക്കും? ഒരു ടെൻഷനുണ്ട്, ഐറ പറഞ്ഞു. ഒരു ടെൻഷനും വേണ്ട, ഞാനില്ലേ ഇവിടെ, മുത്തശ്ശി പറഞ്ഞു. എന്നാ വാ, നമ്മളിങ്ങനെ നിന്ന് സംസാരിച്ചാൽ സംശയം തോന്നും എന്ന് പറഞ്ഞ് എല്ലാവരും തിരിച്ച് ഡൈനിങ് റൂമിലേക്ക് പോയി. ഡൈനിങ് റൂമിൽ അമ്മയെ സഹായിച്ചുകൊണ്ട് പൊന്നു നിൽക്കുന്നുണ്ട്. നിങ്ങളിതെല്ലാവരും കൂടി എങ്ങോട്ട് പോയതാ? മുത്തശ്ശിയുടെ മരുന്നെടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാ. ഞാൻ ചെന്നപ്പോൾ ഇവരും വന്നു. അപ്പോൾ മുത്തശ്ശി ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ മുത്തശ്ശിയെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ നിന്നു, ഐറ പറഞ്ഞു. അപ്പോഴേക്കും മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു. അതിൽ നിന്നും തരുണും എറിക്കും ഇറങ്ങി. നല്ല വിശപ്പ്, വാ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. നിങ്ങളിത് എവിടെ പോയതാ? അച്ഛൻ ചോദിച്ചു. അതോ, ഞങ്ങൾ നിരഞ്ജൻ്റെ എൻഗേജ്മെൻറ്റിന് അവൻ്റെ അച്ഛൻ ഫുഡിൻ്റെ കാര്യം കാറ്ററിങ്ങിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതേ അവിടെ പോയി വന്നതാ, തരുൺ പറഞ്ഞു. എന്നാൽ കൈ കഴുകി വാ എന്ന് അമ്മ പറഞ്ഞതും അവൻ കൈ കഴുകാൻ പോയി. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോഴും പൊന്നുവിന് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കൊച്ചിന് ഇതെന്താ പറ്റിയേ? അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അമ്മ അവൾക്ക് പനിയായിരുന്നു. ആ പനിയുടെ ക്ഷീണം മാറി വരുന്നതല്ലേ ഉള്ളൂ, തരുൺ പറഞ്ഞു. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ക്ഷീണിച്ചു ഈ പെണ്ണ്. ഇതൊന്നും കഴിക്കാറില്ലായിരുന്നോ? വായിക്ക് രുചിയില്ല എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാറില്ല, മുത്തശ്ശി പറഞ്ഞു. നന്നായി കഴിച്ചേ പൊന്നു, ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവളുടെ പ്ലേറ്റിലേക്ക് വീണ്ടും ഇടിയപ്പം എടുത്തിട്ട് കൊടുത്തു. മതി അമ്മ, എനിക്ക് ഇനി വേണ്ട, അവൾ പറഞ്ഞു. പറ്റില്ല, ഈ രണ്ടെണ്ണം കൂടി കഴിച്ചേ പറ്റൂ.
എന്ന് പറഞ്ഞ് അമ്മ വീണ്ടും അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ എല്ലാവരും സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിന്ന് പോകൂട്ടോ വൈകുന്നേരം, നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങണ്ടേ, ശ്രദ്ധ പറഞ്ഞു. അത് ഇവിടെ നിന്നാണെങ്കിലും പോവാലോ, എറിക്ക് വാണിയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. ആ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നിരഞ്ജൻ്റെ കല്യാണത്തിന് മുമ്പ് നിൻ്റെ കല്യാണം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ ഫസ്റ്റ് നിരഞ്ജൻ്റെ ആണല്ലോ, പൊന്നുവിൻ്റെ അച്ഛനും പറഞ്ഞു. ഞങ്ങൾക്കേ ഈ ജാതകം നോക്കലൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വിവാഹം കഴിക്കാം. അവന് ജാതകദോഷമോ എന്തൊക്കെയോ പറഞ്ഞ അവനെ പിടിച്ച് കെട്ടിക്കുന്നത്. അവള് ആ പൂജ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി, എറിക്ക് പറഞ്ഞു. ദേ, ഇനി നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, അവരുടെ ഇഷ്ടമല്ലേ, അതുപോലെ നടക്കട്ടെ, അമ്മയാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും സംസാരിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും എഴുന്നേറ്റു. മോള് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, അമ്മ പറഞ്ഞു. അവൾ എല്ലാവരെയും നോക്കി. ഹരി വരുന്ന കാര്യം പൊന്നുവിന് അറിയാലോ, ഡ്രസ്സ് മാറണോ എന്നുള്ള ഒരു നോട്ടമായിരുന്നു അത്. ചെല്ലു മോളെ, പോയി മാറിയിട്ട് വാ, മുത്തശ്ശിയും പറഞ്ഞു. പൊന്നു ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൽ ഒരു മെസ്സേജ് കേട്ടത്. അവളത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ 5 മിനിറ്റ്, ഞാൻ എത്തുന്നു, എൻ്റെ പെണ്ണിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാനുള്ള ആദ്യ പടിയിലേക്ക്. ഹരിയുടെ മെസ്സേജാണ്. പൊന്നു ഫോൺ അവിടെ തന്നെ വെച്ചുകൊണ്ട് സാധാരണ ഒരു സിമ്പിൾ ചുരിദാർ എടുത്തിട്ടു. അവൾ ഫോണുമായി ബാൽക്കണിയിൽ ചെന്ന് ഇരുന്നു. അറിയാതെ പോലും തൻ്റെ നോട്ടം നിരഞ്ജൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് അവൾ ഓർത്തു. അല്ലെങ്കിൽ ഇവിടെ ബാൽക്കണിയിൽ വരുമ്പോൾ ആദ്യം നോക്കുന്നത് നിരഞ്ജൻ്റെ വീട്ടിലേക്കാണ്. മുകൾ നിലയിലെ ജനാല തുറന്നു കിടക്കുന്നുണ്ടോ, ബാൽക്കണി തുറന്നു കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു നോട്ടമായിരുന്നു അത്. ഇന്ന് അങ്ങോട്ട് നോക്കാനേ തോന്നുന്നില്ല. അവൾ മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തുറന്നു കിടക്കുന്ന ഗേറ്റിലൂടെ ഒരു ഫോർച്യൂണർ, ഒരു BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പെ വണ്ടികളും വന്നു നിന്നു. അത് നോക്കാതെ തന്നെ ആരാണെന്ന് അറിയാവുന്നത് കൊണ്ട് പൊന്നു അങ്ങനെ തന്നെ ഇരുന്നു. എന്നാൽ ഈ സമയം താഴെ 2 കാറുകൾ വന്നു നിന്നതും മുത്തശ്ശിയും വാണിയും ശ്രദ്ധയും ഐറയും പരസ്പരം നോക്കി. അവർക്കറിയാലോ അതാരാണെന്ന്. തരുണും എറിക്കും കൂടി ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട്, കൂടെ അച്ഛനും ഉണ്ട്. അമ്മ കിച്ചണിലാണ്. വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും തരുൺ എഴുന്നേറ്റ് ചെന്ന് നോക്കി. മുന്നിൽ വന്നു നിന്ന ഫോർച്യൂണറിൽ നിന്നും ഒരു മധ്യവയസ്സനും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു സ്ത്രീയും ഇറങ്ങി. ബാക്ക് ഡോർ തുറന്ന് നല്ല പ്രായമുള്ള ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ആണ് ഇറങ്ങുന്നത്. പുറകിൽ വന്നു നിന്ന BMW ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഹരിയും, കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും നവീനും, ബാക്ക് ഡോർ തുറന്ന് വിനായകനും ഡേവിഡും ഇറങ്ങി. അവരെ കണ്ടതും തരുണിന് മനസ്സിലായി. എല്ലാവരും ഇറങ്ങി. തരുൺ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. ഇന്നെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? പറഞ്ഞതൊന്നുമില്ലല്ലോ നീ വരുന്ന കാര്യം, തരുൺ പറഞ്ഞുകൊണ്ട് ഹരിയുടെ കയ്യിൽ പിടിച്ചു. വാ, എല്ലാവരും വാ, നമുക്ക് അകത്തേക്കിരിക്കാം. അവരെല്ലാവരും കയറി വരുന്നത് കണ്ടപ്പോൾ അച്ഛനും എറിക്കും എഴുന്നേറ്റു. അച്ഛാ, ഇത് എനിക്കറിയാം, ഹരി, നവീൻ, വിനായക്, ഡേവിഡ് അല്ലേ? അച്ഛൻ ചോദിച്ചു. അതെ, നമ്മൾ തരുണിൻ്റെ കല്യാണത്തിന് കണ്ടിട്ടുണ്ടല്ലോ, നന്നായി പരിചയപ്പെട്ടിട്ടുണ്ട്, പൊന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞു. അവരെ എല്ലാവരെയും കയറ്റിയിരുത്തി. അപ്പോഴേക്കും അമ്മയും കിച്ചണിൽ നിന്ന് വന്നു, മുത്തശ്ശിയും വന്നു. അവിടെ വാണിയും ശ്രദ്ധയും ഐറയും വന്നു. മോളെവിടെ? ഹരിയുടെ അമ്മയാണ് ചോദിച്ചത്. മോള് ഇവിടെയുണ്ട്. മോളെ പൊന്നു എവിടെ? അമ്മ ചോദിച്ചു. ഇവിടെയുണ്ട്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഐറ കയറാൻ പോയതും, അതെ മോളെ ഒരു മിനിറ്റ്, ഞങ്ങൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അല്ല, ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ നിങ്ങളോട്, ഹരിയുടെ അച്ഛൻ പറഞ്ഞതും. എന്താ കാര്യം? പൊന്നുവിൻ്റെ അച്ഛൻ ചോദിച്ചു. ഞങ്ങൾക്ക് നിങ്ങളുടെ മകൾ ഇതൾ, വീട്ടിൽ പൊന്നു എന്ന് വിളിക്കുന്ന ആ പൊന്നുവിനെ ഞങ്ങളുടെ മകൻ ഹരിക്ക് വേണ്ടി പെണ്ണ് ചോദിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങൾ. ഹരിയുടെ അച്ഛൻ പറഞ്ഞതും തരുണും എറിക്കും പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും പരസ്പരം നോക്കി. അത് ഹരിക്ക് ഇവിടുത്തെ കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പെണ്ണ് ചോദിക്കാൻ മുന്നേ വരാനിരുന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് ജോലി കിട്ടിയിട്ട് മതിയെന്ന് ഇവൻ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളെ തടസ്സം നിർത്തിയതും. ഇപ്പോൾ മോൾക്ക് ജോലിയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ മോളെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം അല്ലേ? ഹരിയുടെ അച്ഛൻ ചോദിച്ചു. ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല അല്ലേടോ? ഹരിയുടെ അച്ഛൻ അമ്മയോട് ചോദിച്ചു. അമ്മയും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ, മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ പറഞ്ഞു. എന്നാൽ നമുക്ക് മോളോട് ചോദിച്ചു നോക്കാം അല്ലേ? മുത്തച്ഛൻ പറഞ്ഞു. അതെ അതെ, അതിനെ അനുകൂലിച്ചുകൊണ്ട് മുത്തശ്ശിയും പറഞ്ഞു. എന്നാൽ ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങാക്കി തന്നെ നടത്താം അല്ലേ? അത് കേട്ടുകൊണ്ട് നിന്ന പൊന്നുവിൻ്റെ മുത്തശ്ശിയാണ് പറഞ്ഞത്. ഞാൻ ചായ എടുക്കാം,
എന്നാ മക്കൾ അവളോട് റെഡിയായിട്ട് വരാൻ പറ. പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുവരാം അമ്മ. അമ്മ പോയി ചായ എടുത്തോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി വേഗം മുകളിലേക്ക് പോയി. അവർ മുകളിൽ ചെല്ലുമ്പോൾ അപ്പോഴും ബാൽക്കണിയിൽ തന്നെ ഇരിക്കുകയാണ് പൊന്നു. പൊന്നു, അവിടെ കാര്യം പറഞ്ഞു. നിന്നെ റെഡിയാക്കി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കുക ടീച്ചറമ്മ. പിന്നെ അച്ഛന് ഇഷ്ടക്കുറവൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ വന്നേ, നമുക്ക് നല്ലൊരു സാരി എടുക്കാം, ശ്രദ്ധ പറഞ്ഞു. അത് വേണോ? എന്നെ ഹരിയേട്ടനെ അറിയാവുന്നതല്ലേ, അവൾ പറഞ്ഞു. നിന്നെ അറിയാം, പക്ഷേ അവിടെ നടക്കുന്നത് വെറുമൊരു ചടങ്ങല്ലല്ലോ. ഇത് ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ്. അതിൻ്റേതായ രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അവർ 3 പേരും പൊന്നുവിനെയും റൂമിലേക്ക് കൊണ്ടുപോയി. അവളെ വേഗം തന്നെ ഒരു ഗോൾഡൻ കളർ സാരിയാണ് ഉടുപ്പിച്ചത്. 2 കൈയിലും 4 സ്വർണ്ണവിള വീതം ഉണ്ട്. ഒരു കൈയിൽ ബ്രേസ്ലെറ്റാണ്. മുടി വെറുതെ അഴിച്ചിട്ടു. നെറ്റിയിൽ പൊട്ടും രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ തൊട്ട ചന്ദനവും ഉണ്ട്. നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിലും ഏത് സാരി ഉടുത്താലും പൊന്നുവിന് നല്ല ഭംഗി തന്നെയാണ്. മതി സമയം കളഞ്ഞത്, ഒരുപാടായി. അമ്മ ഇപ്പം തന്നെ അന്വേഷിച്ചു വരും. വാ എന്ന് പറഞ്ഞ് അവർ 3 പേരും അവളെയും കൊണ്ട് താഴേക്ക് ചെന്നു. കിച്ചണിലേക്കാണ് പൊന്നുവിനെ കൊണ്ട് പോയത്. മോള് വന്നോ? നന്നായിട്ടുണ്ട് കേട്ടോ, പൊന്നുവിൻ്റെ അമ്മ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമല്ലേ. പെട്ടെന്ന് എനിക്ക് നല്ല ടെൻഷൻ പോലെയായി. ഇവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടാവുമോ എന്നൊക്കെ പേടിച്ചു. എന്ത് പറ്റി? സ്നാക്സൊക്കെ നിറയുണ്ടല്ലോ, നിങ്ങളൊന്നും കഴിച്ചില്ലേ? സ്നാക്സിൻ്റെ ടിൻ തുറന്ന് നോക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു. കഴിച്ചില്ലേ എന്നോ? ഇത് ഇന്നലെ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ. അതും പറഞ്ഞുകൊണ്ട് തരുണും എറിക്കും അങ്ങോട്ട് കയറി വന്നു. അങ്ങനെ വരട്ടെ. ഇതെന്താ അവർ പെട്ടെന്നൊന്നും പറയാതെ വന്നത്? ശരിക്കും ഞാനാകെ വെപ്രാളപ്പെട്ടു പോയി, അമ്മ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നല്ല ബന്ധമാ പൊന്നുവിന് കിട്ടിയിരിക്കുന്നത്, ഞങ്ങൾക്കറിയാവുന്നതല്ലേ. പിന്നെ അതുമാത്രമോ, തെക്കേടത്ത് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ തന്നെ ഫേമസ് ജ്വല്ലറിയാണ്. ഇപ്പോൾ അതെല്ലാം നടത്തുന്നത് ഹരിയാണ്. അച്ഛന് വേറെ എന്തൊക്കെയോ ബിസിനസ്സുകൾ കൂടിയുണ്ട്. അമ്മ അഡ്വക്കേറ്റ്, മുത്തശ്ശനും മുത്തശ്ശിയും അധ്യാപകരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിതേ ഇവളോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നി അവരുടെ സംസാരത്തിൽ നിന്ന്, തരുൺ പറഞ്ഞു. അതെ, സംസാരിച്ച് നിൽക്കാതെ വേഗം വന്നേ. അവർ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. അതും പറഞ്ഞുകൊണ്ടാണ് പൊന്നുവിൻ്റെ മുത്തശ്ശി വന്നത്. ആ ഗോൾഡൻ കളർ സാരിയിൽ മുടി അഴിച്ചിട്ട് നിൽക്കുന്ന പൊന്നുവിന് നല്ല ഭംഗിയുണ്ടെന്ന് മുത്തശ്ശിക്ക് തോന്നി. എല്ലാം റെഡിയായില്ലേ? അമ്മയോട് മുത്തശ്ശി ചോദിച്ചു. എല്ലാം റെഡിയായി അമ്മേ. മോളെ, എന്നാ ആ ചായ പൊന്നുവിൻ്റെ കയ്യിലേക്ക് കൊടുക്ക്. മുത്തശ്ശി പറഞ്ഞതും പൊന്നു മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി 2 കണ്ണും അടച്ചു കാണിച്ചു. പൊന്നുവിൻ്റെ അമ്മ അവളുടെ കയ്യിലേക്ക് ആ ട്രേ വെച്ചു കൊടുത്തു. മോള് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശിയാണ് പൊന്നുവിനെ പിടിച്ചത്. മുത്തശ്ശി പൊന്നുവിനെയും കൊണ്ട് നടന്നു. പുറകെ അമ്മയും ബാക്കിയുള്ളവരും. അവരുടെ കയ്യിൽ സ്നാക്സും ഉണ്ട്. തരുണും എറിക്കും വേഗം ഹാളിലേക്ക് ചെന്നു. ഹരിയുടെ നോട്ടം മുഴുവനും കിച്ചൺ ഡോറിനടുത്തായിരുന്നു. അപ്പോഴാണ് മുത്തശ്ശിയുടെ കൂടെ വരുന്ന പൊന്നുവിനെ അവൻ കാണുന്നത്. അവൻ കണ്ണുകൾ തുറന്ന് സന്തോഷത്തോടെ അവളെ നോക്കിയിരുന്നു പോയി. അത്രയും മനോഹരമായിരുന്നു പൊന്നുവിനെ കാണാൻ. എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് തന്നെയായിരുന്നു. അവളെന്നാൽ ആരെയും നോക്കാതെ കയ്യിലെ ട്രേയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് നടന്നത്. ഇങ്ങോട്ട് കൊടുക്കുമോളെ, അച്ഛൻ പറഞ്ഞതും അവൾ സോഫയുടെ അടുത്തേക്ക് ചെന്നു. ആദ്യം മുത്തച്ഛനാണ് ഇരിക്കുന്നത്. മുത്തച്ഛനും മുത്തശ്ശിക്കും കൊടുത്തു. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും അവൾ കൊടുത്തു. ദേ, ഇവിടെയാണ് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് മറു സൈഡിൽ ഇരിക്കുന്ന സോഫയിലേക്ക് കാണിച്ചു കൊടുത്തു പൊന്നുവിൻ്റെ അച്ഛൻ. അവൾ അങ്ങോട്ട് ചെന്നു. ആദ്യം ചായ കൊടുത്തത് ഹരിക്കാണ്. ചായക്കപ്പ് എടുക്കുമ്പോൾ തന്നെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ നിമിഷം തന്നെ അവളും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഹരിയുടെ കണ്ണുകളിലും ചുണ്ടുകളിലും എല്ലാം സന്തോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി പൊന്നുവിൻ്റെ ചുണ്ടിലേക്കും ചെറിയൊരു പുഞ്ചിരിയായി മാറിയിരുന്നു. എല്ലാവർക്കും ചായ കൊടുത്ത് അവൾ മാറി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് നിരഞ്ജൻ്റെ അച്ഛനും അമ്മയും നിരഞ്ജനും നന്ദയും കൂടി വരുന്നത്. വിരുന്നുകാരുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നിരഞ്ജൻ്റെ അച്ഛൻ കയറി വന്നത്. അതെ അതെ, ചെറിയൊരു ചടങ്ങ് നടക്കുകയാണ്, പൊന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞു. ആണോ? ഞങ്ങൾ വന്നത് ശല്യമായോ? നിരഞ്ജൻ്റെ അച്ഛൻ ചോദിച്ചു. ഏയ് ഇല്ലടോ, ഇങ്ങനെ ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരുപാട് പേരുള്ളത് നല്ലതാ, ഹരിയുടെ മുത്തച്ഛനാണ് പറഞ്ഞത്. ഇരിക്ക്, എല്ലാവരും ഇരിക്ക്. പൊന്നുവിൻ്റെ അച്ഛൻ എല്ലാവരെയും ക്ഷണിച്ചിരുത്തി. എന്നാൽ നിരഞ്ജൻ്റെ കണ്ണുകൾ ആ ഗോൾഡൻ കളർ സാരിയിൽ തിളങ്ങി നിൽക്കുന്ന പൊന്നുവിൻ്റെ മുഖത്തായിരുന്നു. എന്നാൽ പൊന്നു അവനെ നോക്കുക കൂടി ചെയ്യാതെ താഴേക്ക് നോക്കി നിന്നു. അവൾ തിരിഞ്ഞു നടക്കാൻ പോയതും അവളെ അവിടെ തന്നെ ശ്രദ്ധയും വാണിയും ഐറയും കൂടി പിടിച്ചു നിർത്തി. ഹരി പൊന്നുവിനെ നോക്കി.
പൊന്നു പതിയെ മുഖമുയർത്തി അവനെ നോക്കി. അവൻ അവളെ നോക്കി ഒന്നുമില്ല എന്നുള്ള രീതിയിൽ 2 കണ്ണും ചിമ്മി കാണിച്ചു. അല്ല, എന്താ വിശേഷമെന്ന് പറഞ്ഞില്ലല്ലോ. തനിക്ക് ഇവനെ അറിയോ? പൊന്നുവിൻ്റെ അച്ഛൻ നിരഞ്ജൻ്റെ അച്ഛനോട് ചോദിച്ചു. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ കുട്ടികളെ ഞാൻ അറിയും. ഇവരുടെ കൂടെ കണ്ടിട്ടുണ്ട് എപ്പോഴും എന്ന് പറഞ്ഞ് ഹരിയെയും മറ്റും കാണിച്ചു കൊടുത്തു. ഇത് ഹരിയുടെ അച്ഛൻ, ഇതമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി എന്ന് പറഞ്ഞ് പൊന്നുവിൻ്റെ അച്ഛൻ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു. താൻ അറിയും, തെക്കേടത്ത് ജ്വല്ലറി അത് ഇവരുടെയാണ്. പൊന്നുവിൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അവിടെ വരാറുണ്ട് ഇടയ്ക്കൊക്കെ. നിരഞ്ജൻ്റെ അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ വന്നത് ഇവിടുത്തെ ഈ മോളില്ലേ ഇതൾ, ഈ കുട്ടിയെ ഞങ്ങളുടെ മോന് വേണ്ടി ചോദിക്കാനാണ്. ഹരിയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടതും നിരഞ്ജൻ ഞെട്ടി പൊന്നുവിനെ നോക്കി. നിരഞ്ജൻ മാത്രമല്ല, നിരഞ്ജൻ്റെ അമ്മയും. നമ്മുടെ പൊന്നുവിനോ? നിരഞ്ജൻ്റെ അച്ഛൻ ചോദിച്ചു. അതെ, ഞങ്ങളുടെ മോന് ഒരുപാട് നാളായി ഈ കുട്ടിയെ ഇഷ്ടമാണെന്ന് പറയുന്നു. ഹരിയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടതും നിരഞ്ജൻ വീണ്ടും ഞെട്ടി. അവൻ ആ ഞെട്ടലോടെ തന്നെ പൊന്നുവിനെ നോക്കി നിന്നു. ഹായ്, ഞാനാണ് കാർത്തിക. ഞാനിപ്പോൾ കുറച്ച് സ്റ്റോറികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു സ്റ്റോറി എവിടെ അവസാനിപ്പിക്കണം എന്നറിയാതെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല. ഇത് എങ്ങും എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഭാഗത്തിൻ്റെ എൻഡ് കണ്ടുപിടിക്കണ്ടേ? അതെവിടെയാണെന്ന് എത്ര നോക്കിയിട്ടും എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് വീണ്ടും ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഞാൻ കൂട്ടുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാലോ? നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻസും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുടെ സബ്സ്ക്രൈബും എനിക്ക് ആവശ്യമാണ്. പിന്നെ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒരുപാട് പേര് വിഷ് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം എല്ലാവരോടും താങ്ക് യു പറയാൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീണ്ടും എൻ്റെ പ്രണയവുമായി നാളെ കാണാം. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക. ടാറ്റാ.